ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളും അതുപോലെ തന്നെ ഗൂഗിൾ അനാലിറ്റിക്സ് എന്ന് പറയുന്ന രണ്ട് ടൂളിനെ പറ്റി പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ടൂൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേഡ് പ്രസ്സിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്ലഗിൻ്റെ പേര് ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്നാണ്. ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിലേക്കും ഗൂഗിൾ അനാലിറ്റിക്സിലേക്കും അതുപോലെ തന്നെ പേജസ് ഇൻസൈറ്റ്സ് സ്പീഡ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് വേഡ് പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പ്ലഗിൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആഡ് ന്യൂ എന്ന് പറയുന്ന പ്ലഗിൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്ലഗിൻ്റെ നെയിം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ്റെ നെയിം ഞാനിവിടെ ഡയറക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തന്നെ ആ ഒരു ഓപ്ഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് ഗൂഗിൾ സൈറ്റ് കിറ്റ്, അനാലിറ്റിക്സ്, സെർച്ച് കൺസോൾ, ആഡ്സെൻസ്, പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ സ്പീഡ്, ഇത്രയും വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ബൾക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് ഗൂഗിളിൽ ഓരോ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോഡ് കൊണ്ടുവന്ന് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പല മെത്തേഡുണ്ട്, അതിൽ ഒന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ നമുക്ക് ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കാം. ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ആകും. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ആ പ്ലഗിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിനെ നമുക്ക് ഈ ഒരു വേഡ് പ്രസ്സുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് എന്താണ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ പ്ലഗിൻ എന്താണ്, അത് ആക്റ്റീവ് ആകും. അപ്പോൾ നമുക്ക് അത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ ഈ ഒരു കുറേ ടൂളിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൂളും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. സൈറ്റ് കിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെറ്റപ്പ് സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന എന്താണ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് നമ്മളുടെ എന്താണ് ഗൂഗിൾ അനാലിറ്റിക്സോ അല്ലെങ്കിൽ സെർച്ച് കൺസോളോ അല്ലെങ്കിൽ ആഡ്സെൻസോ പേജ് സ്പീഡോ ഇൻസൈറ്റോ അതുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് കണക്ട് ഗൂഗിൾ അനാലിറ്റിക്സ് ആസ് പാർട്ട് ഓഫ് യുവർ സെറ്റപ്പ് എന്ന് പറയുന്നതിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നതിൻ്റെ അതിൽ കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് സൈറ്റ് കിറ്റ് ത്രൂ നമ്മൾ എന്താണ് ആ ഒരു ഗൂഗിൾ അനാലിറ്റിക്സ് അല്ലെങ്കിൽ സെർച്ച് കൺസോൾ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ കയറുവാണ് ചെല്ലുന്നത്. സോ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ചോദിക്കാം. അവിടെ നമ്മൾ സെലക്ട് ഓൾ കൊടുക്കുക. അതായത് സെലക്ട് വാട്ട് സൈറ്റ് കിറ്റ് ക്യാൻ ആക്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മളത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഹാവ് ഗൂഗിൾ വെരിഫൈ സൈറ്റ് ഓണർഷിപ്പ് നമ്മളിവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കണം. അതായത് ടു വെരിഫൈ ദാറ്റ് യു ഓൺ ഗൂഗിൾ ആഡ്സ് വെരിഫിക്കേഷൻ ടോക്കൺ ഓൺ യുവർ സൈറ്റ് HTML കോഡ് വഴിയാണ് നമ്മളിത് മാനുവലായിട്ട് ചെയ്യാൻ നേരത്തെ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സൈറ്റ് കിറ്റ് ത്രൂ ആയതുകൊണ്ട് നമുക്കിത് എല്ലാം സെറ്റപ്പ് ചെയ്ത് അതങ്ങ് കംപ്ലീറ്റ് പ്രോസസ്സ് കവർ ചെയ്ത് പൊക്കോളും. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ വെരിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈറ്റ് ഓണർഷിപ്പ് ഇത് വെരിഫൈ ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടേൺ ഓൺ മെട്രിക്സ് ഇൻ യുവർ ഡാഷ്ബോർഡ്. യെസ്, മെട്രിക്സ് നമുക്ക് എന്താ അത് ഓൺ ആകണം. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് സെറ്റപ്പ് സെർച്ച് കൺസോൾ. യെസ്, സെർച്ച് കൺസോൾ നമുക്ക് എന്താണ് സെറ്റപ്പ് ചെയ്യണം. സെർച്ച് കൺസോൾ ഗൂഗിൾ നമ്മൾക്ക് എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അതിനുശേഷം സെറ്റപ്പ് ഗൂഗിൾ അനാലിറ്റിക്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതും ചെയ്യണം. അതെന്ത് ചെയ്യുന്നു, അത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇത് നമുക്ക് എന്താണ് സെറ്റപ്പ് ചെയ്ത് വരും. സോ ഇവിടെ എന്താണ് നമ്മൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിൾ അനാലിറ്റിക്സ്, ഗൂഗിൾ സെർച്ച് കൺസോൾ ഇങ്ങനെയുള്ള ഇതുമായിട്ട് എന്താണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. സോ ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ക്രിയേറ്റ് യുവർ അനാലിറ്റിക്സ് അക്കൗണ്ട്. നമ്മളിവിടെ ഗൂഗിൾ അനാലിറ്റിക്സിൻ്റെ അക്കൗണ്ട് നമ്മളിവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഞാനിവിടെ അക്കൗണ്ടിൻ്റെ പ്രോപ്പർട്ടി
ഇതെല്ലാം ഞാൻ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് അക്കൗണ്ടിൻ്റെ നെയിം ലേൺ വിത്ത് ആ ഒരു ഡിജിറ്റൽ പ്ലസ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടി എൻ്റെ വെബ്സൈറ്റിൻ്റെ നെയിം, വെബ് ഡാറ്റ സ്ട്രീമും പറയുന്നത് അതിൻ്റെ ആ ഒരു ഡൊമൈൻ്റെ നെയിം, ഇന്ത്യ കൊടുക്കുന്നു, GMT കൊടുക്കുന്നു, ഇന്ത്യ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ അതിപ്പോൾ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നമ്മളോട് എന്താ, നമ്മുടെ ആ ഒരു അക്കൗണ്ട് ചോദിക്കും, അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ ഇതിൻ്റെ ആക്സസ് നമ്മളോട് ചോദിക്കും. സോ അവിടെ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളെന്താ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്, റീഡയറക്റ്റ് ചെയ്ത് അനലിറ്റിക്സിലേക്ക് ആ ഒരു അനലിറ്റിക്സിലേക്ക് ഇപ്പോൾ ചെല്ലുവാണ് ചെയ്യുന്നത്. സോ ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ അനലിറ്റിക്സ് നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടുന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് എവിടെ നിന്നൊക്കെയാണ് ട്രാഫിക് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഫൈൻഡ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ടേംസ് ആൻഡ് സർവീസസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇവിടെ ഒന്നുമില്ല. അതിനുശേഷം ഇവിടെ ഒന്ന് കൺട്രി മാറ്റി ഇന്ത്യ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. അതിനുശേഷം ഐ അക്സെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ ഇവിടെ ഒരു അക്സെപ്റ്റ് ചെയ്യാനുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് സക്സസ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് നമുക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഗോ ടു മൈ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു സൈറ്റ് കിറ്റിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് കിറ്റിനകത്ത് ഗൂഗിൾ അനലിറ്റിക്സ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സൈറ്റ് കിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പോഴും കാണിക്കില്ലായിരിക്കും, ബിക്കോസ് ഇത് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ബൗൺസ് റേറ്റ്, ഏതൊക്കെ പേജ് വിസിറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഗൂഗിൾ അനലിറ്റിക്സ് GA4 എന്ന് പറയുന്ന ടൂൾ, അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ GA4 എന്നാണ് അതിനിപ്പോൾ പറയുന്നത്. സോ ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. സോ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മൾ ചെയ്തു. പിന്നെ താഴേക്ക് ഒരു ഗാദറിംഗ് ഡാറ്റ എന്ന് പറയുന്നുണ്ട്. അതായത് ഡാറ്റ വരുന്നതേ ഉള്ളൂ, ഒന്നും തന്നെ വന്നിട്ടില്ല. തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ആ ഒരു ടൂളും കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് എത്തും. സോ ഇതാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ SEOയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പേജസ്, അതിൻ്റെ റാങ്ക്, അതിന് എത്ര ക്ലിക്ക് വന്നിട്ടുണ്ട്, എത്ര ഇംപ്രഷൻ വന്നിട്ടുണ്ട്, നമുക്ക് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്, സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ ആയിരിക്കും ചെയ്യുന്നത്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് നമ്മൾ സെർച്ച് കൺസോൾ, അതുപോലെ തന്നെ ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇനിയുണ്ട് മറ്റ് വേകൾ, അതായത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് വേസ് ഇനിയുണ്ട്. സോ ഗൂഗിൾ സൈറ്റ് കിറ്റ് ഒരു നല്ലൊരു വേ ആണ്. നിങ്ങളതും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എങ്ങനെയാണ് ഒരു SEO പ്ലഗിൻ, അതായത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പോകുന്ന SEOയുടെ പ്ലഗിൻ എന്ന് പറയുന്നത് റാങ്ക് മാത്താണ്. റാങ്ക് മാത്ത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് കീവേഡ്സുകൾ ഫൈൻഡ് ചെയ്തായിരുന്നു നമുക്ക് നോൺ പേജ് ഒക്കെ ചെയ്യാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.